വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹമുള്ള യുവാക്കളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള സമാദരണീയ വ്യക്തിത്വങ്ങളെ, അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഇവിടെ എഴുതി കിട്ടിയ ചില ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം നൽകപ്പെടുകയാണ്. എല്ലാവരെയും അറിവിൻ്റെ മൊഴിമുത്തുകൾ വാരി വിതറുന്ന ഈ വിജ്ഞാന സദസ്സിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. അറിയാനും പഠിക്കാനും തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സിലെ അന്ധത മാറുകയും ഇരുട്ടു നീങ്ങുകയും കൃത്യമായ വെളിച്ചവും കാഴ്ചപ്പാടും ഈ രംഗത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം, ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ അതിക്രൂരമായി വേട്ടയാടപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു പ്രതിരോധത്തിൻ്റെ മാർഗം സ്വീകരിച്ചുകൂടാ? പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംവിധാനങ്ങൾ പ്രതിരോധത്തിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അതുവഴി നമുക്ക് ഉപദ്രവങ്ങളുടെ ആക്കം കുറക്കുവാൻ സാധിക്കുന്നുവല്ലോ. അങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ മാർഗം ഇവിടെ സ്വീകരിക്കുന്നതല്ലേ യഥാർത്ഥത്തിലുള്ള ജിഹാദ് എന്നാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നൽകുന്നത് ബഹുമാന്യനായ ടി.കെ. അഷ്റഫ് സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിരോധം തീർക്കണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അത് പ്രതിരോധം വാക്കുകളിലും വാചകങ്ങളിലും മാത്രമല്ല, അത് പ്രയോഗതലത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രയോഗതലത്തിലാണ് നാം ഇവിടെ അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ മാത്രം സംഘടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല എന്നത് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. അപ്പോൾ അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാത്രം വേറിട്ട് നിൽക്കുകയും 80% വരുന്ന മറ്റ് വിഭാഗങ്ങൾ ഒരുമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രതിസന്ധി, ഇപ്പോഴുള്ള പ്രതിസന്ധികളെക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വഴി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മറ്റു മതവിഭാഗങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെയുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് പോവുക എന്നതാണ്. അതിന് ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. സൂറത്ത് മുംതഹനയിലെ 8-ാമത്തെ ആയത്ത് ആ വിഷയത്തിൽ നമുക്ക് തെളിവ് പിടിക്കാവുന്നതാണ്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത, നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതും അവരോട് നീതിയോടുകൂടി പെരുമാറുന്നതും നിങ്ങൾക്ക് വിലക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയമായും അല്ലാഹു മുഖ്സിതീങ്ങളെ, നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അഥവാ നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരാത്ത, നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, ശത്രുത കാണിക്കാത്ത എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം, നമ്മുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അങ്ങനെയുണ്ട്. മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷം അവിടെ ഭരണം ലഭിച്ചു. ഉടനെ അവിടെയുള്ള ജൂതന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് കരാറുണ്ടാക്കുകയാണ്. എന്താ കരാറ്? നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളാകണമെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലും ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിലും. എന്നാൽ മറ്റൊരു വിഭാഗം മദീനയെ പുറത്തുനിന്ന് ആക്രമിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒറ്റക്കെട്ടായി അവരോട് പോരാടും, അവിടെ ഒന്നിച്ചു നിൽക്കും, ആ വിഷയത്തിൽ ഒന്നിച്ചു പോകാം. അതേപോലെ ഇന്ത്യയെ പൊതുവായി ബാധിക്കുന്ന, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ആൾക്കൂട്ടാക്രമണം, മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ഇവിടെയുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊന്നും, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പൊതുവിഷയമായി പരിഗണിച്ച് അതിനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മതനിരപേക്ഷ മുന്നേറ്റമുണ്ടാക്കി അതിൻ്റെ ഭാഗമായി മുസ്ലിമീങ്ങൾ ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത്. അതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കേണ്ടത്. എന്തേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർഗീയവാദികൾ അധികാരത്തിൽ വരേണ്ടായ കാരണം 31% അവർക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടും അവർ അധികാരത്തിൽ കയറി. 69% വരുന്ന മതനിരപേക്ഷ കക്ഷികൾ ഭിന്നിച്ചു നിന്നു, ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ പോരടിച്ചു നിന്നു. ആ ഒരു ധ്രുവീകരണത്തിൻ്റെ പഴുതിലൂടെയാണ് ഇവർ അധികാരത്തിൽ കയറിയത്.
അപ്പോൾ അതിന് എന്താ പരിഹാരം? ഈ 69% ആൾക്കാർ സംഘടിക്കുക, ഒന്നിച്ചു നിൽക്കുക. അതല്ലാതെ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുക. ആ മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്ന പണിയെടുക്കുന്നതാണ് മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്രതിരോധത്തിൻ്റെ പേരിൽ നേരത്തെ ഇവിടെ പേര് പറയപ്പെട്ട സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ചെറിയ വ്യത്യാസത്തിൻ്റെ പേരിൽ മത്സര രംഗത്തുള്ള വർഗീയ കക്ഷികളുടെ ഒരു ഭാഗത്തും മറുഭാഗത്ത് മതനിരപേക്ഷ കക്ഷികളും. ചെറിയ വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഈ മതനിരപേക്ഷ വോട്ടുകളെയാണ് ഇവർ ഭിന്നിപ്പിക്കുന്നത്. വർഗീയവാദികളുടെ വോട്ട് ഭിന്നിക്കുന്നില്ല. ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ? മതനിരപേക്ഷ കക്ഷികളുടെ വോട്ട് ഭിന്നിച്ചു പോവുകയും ആ പഴുതിലൂടെ ഇവർ ജയിച്ചു വരികയും ചെയ്യുകയാണ്. അപ്പോൾ പറച്ചിലിൽ മാത്രമല്ല പ്രതിരോധം വേണ്ടത്, പ്രയോഗത്തിൽ കൂടി വേണം. ആ പ്രായോഗിക കാഴ്ചപ്പാടാണ് ഇക്കാലഘട്ടം വരെയും ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന വരെ ന്യൂനപക്ഷങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന ഒരു ഭരണഘടനയായി മാറിയത്. ഈ കാഴ്ചപ്പാടുണ്ടായത് കൊണ്ടാണ്. ആ ഭരണഘടന തിരുത്താനാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് മറ്റു വിഭാഗങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ട് മുന്നോട്ട് പോവാണ് വേണ്ടത്. പിന്നെ നമ്മോട് ശത്രുതയുള്ളവർ ന്യൂനപക്ഷമാണ്, അല്ലാതെ കൂടുതൽ ആളുകളും ഇന്ത്യക്കാർ സമാധാനവാദികളാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. മറ്റുള്ള മാർഗങ്ങളൊക്കെ ആത്മഹത്യപരമാണ്. അസ്സലാമു അലൈക്കും. ഒരനുബന്ധം, ഒരാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഇന്നയാളെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കാണ് കൊല്ലാൻ പറ്റുമോ? അങ്ങനെ ആയാൽ പിന്നെ അരാജകത്വമാണ്. പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ളതൊക്കെ പൂട്ടിപ്പോകാം. അപ്പോൾ തെറ്റ് ചെയ്തത് ഇന്ന ആളാണ് എന്ന് തെളിയിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും ആരാണ്? അത് കോടതിയാണ്, അല്ലാതെ മനുഷ്യനല്ല എന്നതുകൂടി ഇതിനോട് ചേർക്കുക. അസ്സലാമു അലൈക്കും.